ആറാണെന്നെ കടിക്കും വിഷദശനരവർ ജീവനെ തല്ലിടുന്നു. തീരാനോവിൻ മഹാബ്ധിത്തിരകളിലുഴരാൻ ശ്രീ മഹാകാളിമാതേ. ആറാരോഷം പുളയ്ക്കും മതമതിഭയദം ലോഭമാത്സര്യമോഹം മാറാകാമങ്ങളെന്നീയഹികളെ അവിടുന്നസ്തവീര്യങ്ങളാക്കൂ. മഹാദേവ്യൈ നമ. ഭദ്രകാള്യൈ നമ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം സപ്തമസ്കന്ധം 35-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ഈ ശരീരത്തിൻ്റെ ഘടനകളെ വിവരിക്കുന്ന സമയത്താണ് ദേവി പറയുന്നത്, ശരീരത്തിൽ 3.5 കോടി നാഡികളുണ്ട്. ഇതിൽ 10 പ്രധാനമായിട്ടുള്ളത്. അവയിൽ 3 ക്ലിപ്തങ്ങളാണ് എന്ന് പറയുന്നു. ചന്ദ്ര, സൂര്യ, അഗ്നി രൂപിണകളായി അവ മേരുമണ്ഡലത്തിൽ, അതായത് മേരുദണ്ഡത്തിൽ, അതായത് നമ്മുടെ നട്ടലിൽ സ്ഥിതി ചെയ്യണമെന്നാണ് പറയണത്. സുഷുമ്ന ആണ് മധ്യഭാഗത്ത്. അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നാഡിയാണ് ഇട. അത് ശുഭ്രമായ ചന്ദ്രകാല പോലെ പ്രകാശിക്കുന്നുണ്ട്. ശക്തിസ്വരൂപിണിയാകുന്ന നാഡി സാക്ഷാൽ അമൃതസ്വരൂപിണിയാണ്. വലതുവശത്തെ നാഡിയാണ് പിംഗള. പുരുഷാകൃതി പൂണ്ട സൂര്യരൂപമാണ് പിംഗള നാഡി. സർവ തേജോമയമായിട്ടുള്ള സുഷംനയാകട്ടെ വന്യരൂപമാണ്. അതിൻ്റെ മധ്യത്തിലെ വിചിത്രം എന്നു പേരുള്ള നാഡീമധ്യത്തിൽ ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തി സ്വരൂപമായി കൊണ്ടും കോടിസൂര്യ പ്രഭയായുമുള്ള സ്വയംഭുലിംഗം സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഹകാര, രകാര, ഇകാര ആത്മകമായിട്ടുള്ള ബിന്ദുനാഥ സ്വരൂപമായിട്ടുള്ള മായാബീജം സ്ഥിതി ചെയ്യുന്നു. അതിനു മുകളിലായിട്ട് അഗ്നിശിഖ പോലെ രക്തവർണമായ കുണ്ടലിനി സ്ഥിതി ചെയ്യുന്നു. അത് എന്നിൽ നിന്നും അഭിന്നമായ ദേവീ സ്വരൂപമാണെന്ന് പറയാം. അതിൻ്റെ പുറമെയായിക്കൊണ്ട് പീതവർണത്തിൽ വകാരം മുതൽ സകാരം വരെയുള്ള വർണ്ണങ്ങളോടുകൂടി 4 ദളങ്ങളുള്ള ഉരുക്കിയ സ്വർണത്തിന് തുല്യം പ്രകാശിക്കുന്നതായിട്ടുള്ള പദ്മത്തെ ഭാവന ചെയ്യണം. അതിനു മുകളിലായിട്ട് അഗ്നിതുല്യം പ്രകാശിക്കുന്നതും 6 ദളങ്ങളോടുകൂടിയതും വജ്രം പോലെ തിളങ്ങുന്നതും ബകാരം മുതൽ ലകാരം വരെയുള്ള അക്ഷരങ്ങളോടുകൂടിയതുമായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രം സ്ഥിതി ചെയ്യണു. സ്വാധിഷ്ഠാനം തുടങ്ങിയ ചക്രങ്ങൾക്ക് ആധാരമായിട്ടുള്ള ഷട്കോണുകളോട് കൂടിയതാകിയാൽ മൂലാധാരം എന്ന് പറയപ്പെടുന്നു. സ്വാധിഷ്ഠാനത്തിലെ സ്വപദം പരമമായ ലിംഗത്തെ സൂചിപ്പിക്കുന്നു. അതിനധിഷ്ഠാനമായിട്ടുള്ളതുകൊണ്ട് സ്വാധിഷ്ഠാനം എന്ന് പേര് ലഭിച്ചു. അതിന് ഈ സ്വാധിഷ്ഠാനത്തിന് മുകളിലായിക്കൊണ്ട് നാഭിപ്രദേശത്തായിക്കൊണ്ട് മഹാപ്രഭയോടുകൂടിയ മണിപൂരം, മേഘതുല്യവും വിദ്യുത് പ്രഭയ്ക്കും തുല്യവും ബഹുതേജസ്സുമാണ് അത്. മണി പോലെ വികാസം പൂണ്ട മിന്നൽ ചിതറുന്നത് കൊണ്ട് അതിന് മണിപത്മം എന്ന് പേര് പറയുന്നു. ഡകാരം മുതൽ ഫകാരം വരെയുള്ള അക്ഷരങ്ങളോടുകൂടിയ 10 ദളങ്ങൾ അതിനുണ്ട്. വിഷ്ണു അധിവസിക്കുന്ന ഈ പത്മം വിഷ്ണു ദർശനത്തിന് കാരണമാണ്. ആ മണിപൂരത്തിന് മുകളിലായിട്ട് ഉദിച്ചു വരുന്ന ആദിത്യന് തുല്യമായിട്ടുള്ള
അനാഹത പത്മമുണ്ട്. 12 ദളങ്ങളേറ്റുകൊണ്ട് കകാരം മുതൽ ഠകാരം വരെയുള്ള വർണ്ണങ്ങളോടുകൂടി അത് പ്രകാശിച്ചുകൊണ്ടിരിക്കണോ. അതിൻ്റെ മധ്യത്തിലാണ് 10,000 കോടി സൂര്യപ്രഭയുള്ള ബാണലിംഗം സ്ഥിതി ചെയ്യണത്. ശബ്ദബ്രഹ്മമായ ഇത് കൊട്ടാതെ തന്നെ ശബ്ദമുണ്ടാക്കുന്നതായി കാണപ്പെടുന്നത് കൊണ്ട് അനാഹത പത്മം എന്ന് ഇതിന് പേര് വന്നു. ആനന്ദഭവനമായ ഇത് രുദ്രന്റെ ആവാസസ്ഥലമാണ്. അതിനു മുകളിലായിട്ട് വിശുദ്ധി എന്നു പേരുള്ള 16 ദളങ്ങളോടുകൂടിയ പത്മം ചെമ്പിച്ച നിറത്തിലെ മഹാപ്രഭ ചൊരിയുന്ന അതിൻ്റെ ദളങ്ങളിൽ 16 സ്വരങ്ങൾ ചേർന്നിരിക്കണോ. ഹംസത്തെ കാണിച്ച ജീവനെ ശുദ്ധി ചെയ്യുന്നത് കൊണ്ട് വിശുദ്ധ പത്മം എന്ന ഇതിന് പേര് കിട്ടി. ആകാശം എന്നുകൂടി പേരുള്ള അദ്ഭുത പത്മമാണ് ഇത്. അതിനു മുകളിലായിക്കൊണ്ട് ഭ്രൂമധ്യത്തില് ആത്മാവിൻ്റെ വാസസ്ഥാനമായ ആജ്ഞാചക്രം സ്ഥിതി ചെയ്യണു. പരമാത്മാവിൽ നിന്നുള്ള ആജ്ഞാസംക്രമണം ഇവിടെ വെച്ചാണ് ഉണ്ടാവണത്. അതുകൊണ്ടാണ് ഇതിന് ആജ്ഞാചക്രം എന്നതിന് പേര് വന്നത്. ഹ ക്ഷ എന്നീ അക്ഷരങ്ങളോടുകൂടി 2 ദളമുള്ള മനോഹരമായിട്ടുള്ള ചക്രമാണ് ഇത്. അതിനു മുകളിലായിട്ട് കൈലാസചക്രമെന്നും അതിനു മുകളിലായി രോധിനി എന്നും 2 ചക്രങ്ങൾ കൂടിയുണ്ട്. ഇങ്ങനെ ആധാരചക്രങ്ങളുടെ സ്ഥിതിയെ അങ്ങക്കിതാ ഞാൻ പറഞ്ഞു തന്നു. സഹസ്രാരങ്ങളോടുകൂടിയ ബിന്ദുസ്ഥാനം അതിനു മുകളിലാണ്. അത്യുത്തമമായിട്ടുള്ള യോഗമാർഗം പൂർണ്ണമായും ഞാനിതാ അങ്ങക്ക് അറിയാനായിക്കൊണ്ടിതാ ഇവിടെ പറഞ്ഞു തന്നു എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ശ്ലോകങ്ങളിൽ കൂടി പറഞ്ഞത് ആ സുഷുമ്ന നാഡി, അതിൻ്റെ 2 ഭാഗത്തുള്ള ഇട പിങ്കള എന്ന് പറഞ്ഞതായിട്ടുള്ള നാഡികൾ, അതാണ് ആ 3 വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് പറയണു. അത് ശരിയാണ്. ഇന്നും നമ്മളുടെ നല്ല ഇതിൽ നിലനിൽപ്പിന് ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും ബോധപരമായിട്ടും ഒക്കെ ഉള്ള നിലനിൽപ്പിന് ഈ ഇട പിങ്കള നാഡികളും സുഷുമ്ന നാഡിയും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിൽ എന്തെങ്കിലും കേടുകൾ വന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ ഒട്ടാകെ ബാധിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മളുടെ ശരീരത്തിനെ ബ്രെയിൻ അടക്കം തല മുതൽ അടി വരെ, പാദം വരെ, അല്ലെങ്കിൽ അടി മുതൽ മുടി വരെ എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ സുഷുമ്ന നാഡിയിലാണ്. ഇതിലാണ് ഈ മേൽപ്പറഞ്ഞതായിട്ടുള്ള മൂലാധാരം മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ളതായിട്ടുള്ള ഈ ചക്രങ്ങൾ, ഉപാസനാ ചക്രങ്ങൾ. അപ്പോൾ യോഗികൾ ഈ പ്രാണനെ അങ്ങനെ പതുക്കെ 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 യോഗാഭ്യാസത്തിലൂടെ ഓരോ യന്ത്രങ്ങളിൽ കൂടി, ഈ ഷഡ്യന്ത്രങ്ങളിൽ കൂടി കയറ്റി മുകളിലേക്ക് കൊണ്ടുവരണു എന്നൊക്കെയാണ് പറയണത്. ആ ഭ്രൂമധ്യത്തിലേക്കൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും വളരെ കഷ്ടമുണ്ടെന്നാണ് പറയണത്. അതൊക്കെ നമുക്ക് ആലോചിക്കാൻ ചിന്തിക്കാൻ പോലും കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇന്ന് പറഞ്ഞു തരാൻ, അഭ്യസിപ്പിച്ച് തരാൻ, ചെയ്തു തരാൻ കഴിയുന്നവരായിട്ടുള്ളവർ പോലും ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എവിടെയെങ്കിലും ഇങ്ങനെ ഹിമാലയം മാതിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ വല്ല സന്യാസിമാരെയൊക്കെ കിട്ടിയെന്നൊക്കെ വരാം. അവരുടെ അടുത്തൊക്കെ